ഇതൊരു ചെറിയ ഓഡിറ്റോറിയം. വളരെ ഉള്ളിലെ ഈ ഓഡിറ്റോറിയം. ഇവിടെ വെച്ച് രഹസ്യമായിട്ട് കല്യാണം കഴിക്കുന്നതായിരിക്കും അവളുടെ വിചാരം. അറിയാ ആ അച്ഛൻ മരിച്ചവൻ തന്നെ ആയിരിക്കും വരാൻ. എന്തോ അറിയില്ല, ചാനലിലൂടെയും പത്രത്തിലൂടെയൊക്കെ അവൻ വിവാഹത്തിൽ നിന്ന് പിന്മാറി എന്ന് പറഞ്ഞതാ. അത് നമ്മുടെ കണ്ണ് മൂടിക്കെട്ടാനാണെന്ന് എനിക്കിപ്പോ നല്ല സംശയമുണ്ട്. ചെറിയ ഓഡിറ്റോറിയം ആയതുകൊണ്ട് CCTV ഉണ്ടോ എന്ന് സംശയമാണ്. ഉണ്ടെങ്കിൽ തന്നെ അത് ഫ്രണ്ടിലേക്ക് കാണും. ആ ഓഡിറ്റോറിയത്തിന്റെ പിന്നാമ്പുറത്തെത്തണം, എന്നിട്ട് അകത്ത് കയറണം. 4-5 ഉണ്ടയുണ്ട്, അത് മതി. കല്യാണ പെണ്ണിനെയും ചെറുക്കനെയും മാത്രമല്ല, ഞാൻ വീഴുന്നതിന് മുൻപ് ആ കിരണിനെയും കല്യാണം ഒക്കെ വീഴ്ത്താനായിട്ട്. ഇത് അവസാനത്തെ കളിയാ. നിങ്ങൾക്ക് വേണമെങ്കിൽ പോവാം. അതെന്തൊരു പറച്ചിലാടാ, ഞങ്ങൾ നിന്നെ തനിച്ചാക്കിട്ട് പോവോ? ഓഡിറ്റോറിയത്തിന്റെ അകത്തേക്ക് നിങ്ങൾ വരണ്ട. നിങ്ങൾ ആംബുലൻസിൽ പോയിരിക്കും. അകത്തേക്ക് പോയി ഞാൻ തിരിച്ചു വന്നിലേക്ക് കരുതിക്കോണം. പിന്നെ ഞാൻ ഒരിക്കലും തിരിച്ചു വരില്ലെന്ന്. ഞങ്ങൾ പാചകക്കാരെ കൂടെ വന്നതാ. ആ ശരിയാ, ഞാൻ ഇന്നലെ ഇവരെ പാചകപ്പുര കണ്ടതാ. ആ ശരി, ഓക്കെ. വരുന്നു കുടി. ആ ഇന്നലെ വരും. ഇതുകൊണ്ട് ദിലീപിന് കൊടുക്കാം. ശരി ശരി. ഡാനി, അത് വേറൊന്നും കൊണ്ടല്ല. ആര് ഓഡിറ്റോറിയത്തിൽ വന്നാലും ഞങ്ങൾ അവരെ സംശയത്തോടെ നോക്കും. ഇന്ന് ഒന്നിക്കാൻ പോകുന്ന പെണ്ണും ചെറുക്കനുമാ പലരുടെയും ടാർഗറ്റ്. നീ ബാക്കിയുള്ളവർക്ക് ജ്യൂസ് കൊണ്ടുപോയി കൊടുക്കും. മതി കല്യാണി, എനിക്ക് മതിയല്ലേച്ചി. അതുകൊണ്ടാ. അധികം ഒരുക്കൊന്നും വേണ്ട മോളെ. എങ്ങനെയെങ്കിലും താലികെട്ടൊക്കെ കഴിഞ്ഞ് സുരക്ഷിതമായിട്ട് ദിലീപിന്റെ വീട്ടിലെത്തിയാ മതിയായിരുന്നു. അതൊക്കെ എത്തിക്കോളും, അമ്മ പേടിക്കാതിരിക്കെ. ഞാൻ അവിടെ ദിലീപിന്റെ അമ്മയായിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. അവര് പറഞ്ഞത് കൊലയാളിയെ ഭയന്ന് ഇപ്പൊ ഭയം ഇല്ലാതായെന്ന്. പിന്നെ പയ്യന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം ഒരു ധൈര്യം വന്നെന്ന്. അല്ലെങ്കിലും എല്ലാവർക്കും ധൈര്യം ഉണ്ടാക്കി കൊടുക്കലാണല്ലോ കൊല്ലാൻ നടക്കുന്നവന്റെ ജോലി. അല്ല, മുഹൂർത്തം 10 തൊട്ട് 11:30 വരെ ഉണ്ട്. അതൊന്നും നോക്കണ്ട. 10 കഴിഞ്ഞാൽ ഉടനെ തന്നെ കെട്ടങ്ങ് നടക്കണം. അത് മാത്രമല്ല, ഒരുത്തൻ അവിടെ ആകാംക്ഷയോടെ കാത്തിരിക്കുക. പുതുമണവാളൻ എന്ന് വെച്ചാ എന്റെ മോളെ കണ്ടത് മുതൽ മോളെ മതിയെന്ന് പറഞ്ഞ് ഒരേ നിൽപ്പല്ലേ. ചേച്ചി ഇടയ്ക്കിടയ്ക്ക് വേണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും എന്തെങ്കിലും കാരണവശാ കല്യാണം മുടങ്ങിയെങ്കിൽ ചേച്ചി വിഷമിച്ചേനെ. എന്തായാലും വിഷമം കാണും, അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ കല്യാണം മുടങ്ങിയെങ്കിൽ പിന്നെ ഒരു ദാമ്പത്യ ജീവിതത്തെ പറ്റി ഞാൻ ചിന്തിക്കില്ലായിരുന്നു. ഇതിനു മുമ്പ് ചിന്തിച്ചിട്ടുണ്ടോ? ഞങ്ങളെല്ലാം കൂടെ പ്രഷർ ചെലുത്തിയിട്ടല്ലേ മോള് തയ്യാറായത്. അതിനുശേഷം ദൈവ മരിച്ചത് കൊണ്ടാണ് അവരുടെ അവസാനത്തെ ആഗ്രഹം എന്ന നിലയ്ക്ക് മോള് കല്യാണത്തിന് തയ്യാറായത്. പിന്നെ പ്രകാശന്റെ കരച്ചിലും അതിന്റെ പിന്നിലുണ്ട്. എന്താ ഇങ്ങനെ മാറി നിൽക്കുന്നത്? മണവാളൻ ആഡിറ്റോറിയത്തിൽ തന്നെ ഉണ്ട്. അതെ, അത് രതീഷിനോടൊപ്പം വരുന്നവരെയും പോകുന്നവരെയും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുക. ഇതിന്റെ കൂടെ ഇവരുടെ കല്യാണം കൂടെ നടത്തേണ്ടതായിരുന്നു. അതൊക്കെ ഞങ്ങൾ നടത്തിക്കോളാം, അതിനുള്ള സമയം പോലെ. അല്ലേ അമലു? ആ ചേച്ചി എഴുന്നേറ്റെ. എങ്ങനെയുണ്ട്? ഇനി ഇപ്പൊ കൊലയാളി ബോംബുമായിട്ട് വന്നാലും ദിലീപ് മോളെ വേണ്ടാന്ന് പറയത്തില്ല. സാറേ, സാർ ഇവിടെ നിൽക്കുകയാണോ? അങ്ങോട്ട് വരാൻ പറഞ്ഞു. മുഹൂർത്തമായി സാറേ. താലിയിട്ടാകുമ്പോഴേക്കും ഞാൻ വന്നോളാം. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും പുറത്തേക്കൊന്ന് ശ്രദ്ധിച്ചോണേ. അതൊക്കെ ഞങ്ങൾ നോക്കുന്നുണ്ട് സാറേ. മേഡത്തിന്റെ അച്ഛനാ പറഞ്ഞത് സാറിനെ വിളിച്ചോണ്ട് വരാൻ. ഞാൻ അവിടെ നിൽക്കുന്നതിനല്ല ഇന്ന് പ്രാധാന്യം കൊടുക്കേണ്ടത്. താലി കെട്ടി അവരൊന്നിക്കണം. അത് ശരിയാ. എന്നാ ഞാൻ പോവാം. ചെല്. നന്നായി വരും. സദസ്സിനെ ഒന്ന് തൊഴുതോളൂ, ഇരിക്കുക. കിരണോടെ? ആ കിരൺ സാറ് താലികെട്ട് നടക്കുമ്പോ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. പുറത്തെല്ലാം ശ്രദ്ധിച്ചോണ്ട് നിൽക്കുക. ഞാൻ മണ്ഡപത്തിൽ വിളിക്കാം. വേലു, നീ ആ സദ്യ ശരിയാക്കുന്നിടത്തേക്ക് പോകണം. അവിടെ ഇനി വേറെ ആരെങ്കിലും വലിയേറിയിട്ടുണ്ടോ നോക്കണം. എത്ര പേര് വന്നിട്ടുണ്ടെന്ന് നമ്മൾ എണ്ണിയതാ. എല്ലാവരും നമ്മൾ കണ്ടതുവാ. അഥവാ ഇനി ആരെങ്കിലും അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടോന്ന് അറിയണം. അല്ല, ദിലീപിന്റെ വീട്ടിൽ അവൻ കടന്നുകൂടിയത് സദ്യക്കുള്ള ഇലയായിട്ടാ. അതുപോലെ അവ ഏത് രീതിയിലും കടന്നു വരും. ഞാൻ നോക്കാം സാറേ. ആരെങ്കിലും സംശയം തോന്നിയാ ഞാൻ സാറിനെ വിളിക്കാം. ശരി. ഇനി എന്തായാലും കല്യാണം മുടക്കാൻ ആരും വരില്ല. അങ്ങനെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ. എന്നാലും നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യണമല്ലോ സാറേ. ഈ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഗംഗാപ്രസാദിനെ കുറിച്ച് ഒരു അന്വേഷണം നടത്താൻ പോവാ. അവൻ മരിച്ചു എന്നറിയാതെ സാറിന് ഒരു സമാധാനം കിട്ടില്ല. സാറിനെന്നല്ല, എല്ലാവർക്കും തന്നെയാ. അത് ശരിയാ. ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. ഓന്റെ അമ്മ ഓന്റെ കല്യാണം നടത്താൻ ആഗ്രഹിച്ചിരുന്നു. ഇത്തിരി ആഡംബരവും ആഘോഷവും കുറവാണെങ്കിലും കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ നന്നായിട്ട് ജീവിക്കും. ദിലീപിന്റെ അമ്മ. അത് തന്നെയാ ഞങ്ങളുടെയും പ്രാർത്ഥന. ആഹാ, ഇങ്ങനെ നിന്നാ മതിയോ? കാത്തേച്ചി കല്യാണപ്പൈ മണ്ഡപത്തിൽ കയറി ഇരിപ്പ് ഉറപ്പിച്ച്. പയ്യന് കെട്ടാൻ ധൃതിയായി. വാ നമുക്ക് പോവാം. വാ. ഒരു മിനിറ്റ്, ഇതൊന്ന് ശരിയാക്കട്ടെ. എന്തായി മോളെ, അന്വേഷിച്ച ആളുതേ വന്നല്ലോ. ഇത് എവിടെ കറങ്ങി നടക്കുക? ഇന്നത്തെ ദിവസം അങ്ങനെ കറങ്ങി നടന്നേ പറ്റൂ. എന്ന് വെച്ച് മുഹൂർത്ത സമയത്ത് പെണ്ണിനെയും ചെക്കനെ അനുഗ്രഹിക്കാൻ അടുത്ത് വേണം കേട്ടോ. അതിനല്ലേ ഞാനിപ്പോ വന്നത്. ഒരു മിനിറ്റ്. ഓ, കല്യാണം നടക്കാൻ വേണ്ടി കൊച്ചൻ ചില്ലറ പാടൊന്നും അല്ല വിടുന്നത്. അല്ല മോളെ, മിക്കവാറും കിരണിന്റെ കൈ കൊണ്ട് തന്നെ ആയിരിക്കും അവൻ തീരുന്നത്. കേട്ടോ ലക്ഷ്മി? ആ പോയ ആളിന്റെ കൈയെന്ന് പറയുന്നത് ശരിക്കും ഉരുക്ക് തന്നെയാ. അത് വന്ന് വീണ തന്നെ. സാർ, ശത്രു ഉള്ളിൽ കിടന്നിട്ടുണ്ട്, സൂക്ഷിക്കണം. ശരി സാർ. അതെ, സാറെ വിളിച്ചത്. ഞാൻ അങ്ങോട്ട് പോട്ടെ. ഇനി തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അവൻ തന്നെ ഇട്ട മെസ്സേജ് ആയിരിക്കും. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, അവൻ നിഴല് പോലെ എല്ലാവരുടെയും പിന്നാലെ ഉണ്ടായിരുന്നു. എന്തായാലും അവൻ അറിഞ്ഞിട്ടുണ്ട് കല്യാണം നടക്കുന്ന കാര്യം. പുതുപ്പെണ്ണ് ഇതുവരെ റെഡിയായില്ലേ? അതെ, സമയം 10 കേട്ടോ. അല്ല, അതെന്നാ ഞാനും പറഞ്ഞോണ്ടിരിക്കുന്നത്. എന്തിനാ വെച്ച് താമസിപ്പിക്കുന്നത്? ഇറങ്ങാം. അടിപൊളി. നന്നായി വരും മക്കളെ, എല്ലാം നന്നായിട്ട് നടക്കും. കഴിക്കും. സദസ്സിനെ തൊഴുതോളൂ, ഇരിക്കുക. ഇനി രണ്ടാളും ഒന്ന് എഴുന്നേറ്റ് ഒന്ന് പ്രാർത്ഥിച്ചോളൂ. കുലദൈവങ്ങളെയും കുടുംബദൈവങ്ങളെയും ധർമ്മദൈവങ്ങളെയും മനസ്സിൽ കണ്ടോളുക. രണ്ടുപേരും പ്രാർത്ഥിച്ച ശേഷം ഇരുന്നോളൂ. താലിയേട്ടനുള്ള സമയമായല്ലോ. കിരണേട്ടനെ കാണുന്നില്ല. ഞാൻ രതീഷേട്ടനോട് ചോദിക്കട്ടെ? രതീഷേട്ടാ, കിരൺ സാറോടെ? സാറെ പുറത്തുണ്ട്. താലിയേട്ടനുള്ള സമയമായല്ലോ. ആ സമയത്ത് ഇങ്ങനെ പുറത്തു നിന്നാ മതിയോ? സാറ് പുറത്താരെങ്കിലും വരുന്നുണ്ടോ നോക്കി നിൽക്കുമായിരിക്കും. ആരും ഇനി വരില്ല. രതീഷേട്ടൻ കിരൺ സാറിനെ വിളിച്ചോടോ. പോട്ടെ. എന്താ ചേച്ചി, കിരണേട്ടൻ അവിടെ ഉണ്ടോ? രതീഷേട്ടൻ നോക്കാൻ പോയിരിക്കാം. ഞാനൊന്ന് നോക്കിയിട്ട് വരാം. മോളെ, ഇനിയിപ്പോ ആരെയും കാത്തിരിക്കണ്ട. അല്ല, ഇനിയിപ്പോ മുഹൂർത്തമായി, നമുക്ക് താലികെട്ട് നടത്താം.